നമ്മളൊക്കെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ, ഇദ്ദേഹത്തിന് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ പറയാം, അജിത്ത് ഇപ്പോൾ ടാൻസാനിയയ്ക്ക് വേണ്ടി കളിക്കുകയാണ് ലെതർ ബോളിൽ. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു പ്ലെയർ അവിടെ പോയി കളിക്കുന്നത്. പക്ഷേ ഞാൻ പറയാൻ വരുന്ന കാര്യം അതല്ല. മലയാളി ക്രിക്കറ്റ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട്. എന്നെ പോലെ ബാറ്റ് ചെയ്യാൻ അറിയാത്തവർക്കും ഇവനെ പോലെ നന്നായിട്ട് ബോൾ ചെയ്യുന്നവർക്കും എങ്ങനെ ബാറ്റിംഗ് ടിപ്സ് പറഞ്ഞു കൊടുക്കാം എന്നുള്ള ഒരു അടിപൊളി ചാനൽ. അപ്പോൾ അതൊക്കെ കയറി ഫോളോ ചെയ്തോ. നല്ല അടിപൊളി കണ്ടന്റാണ്. ഞാനൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് വലിയ ബാറ്റിംഗ് ഒന്നും കഴിവില്ലാത്തതുകൊണ്ടായിരിക്കണം എനിക്ക് ചിലപ്പോൾ അത് ഫോളോ ചെയ്യാൻ പറ്റാത്ത. പക്ഷേ നിങ്ങളൊക്കെ ബാറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ടിപ്സ് കൃത്യമായിട്ട് അജിത്ത് അതിലൂടെ പറയുന്നുണ്ട്. സോ അത് ഫോളോ ചെയ്യുക. സ്റ്റേ ട്യൂൺ. അടിപൊളിയാവട്ടെ. ഓക്കെ. ജിത്തുവിനെ നമ്മൾ ആക്ച്വലി അജിത്തിന്റെ വേറൊരു പേരാണ് കേട്ടോ ജിത്തു. ഞാൻ പണ്ട് ടെന്നീസ് ബോൾ സ്ഥിരം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജിത്തു പലപ്പോഴും ഓപ്പോസിറ്റ് വരുമ്പോൾ ഞാൻ ബുദ്ധിമുട്ടായല്ലോ അത് മാത്രമല്ല പുറത്തുനിന്ന് എടുത്ത് സ്ട്രൈക്ക് മാറിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടെ. അല്ല, പുറത്തുനിന്ന് മാറി ജിത്തു ആണെങ്കിൽ സീനാണ്. കാലിലേക്കൊന്നും ടെന്നീസ് ബോളില് ക്വാളിറ്റി ക്ലാസിക് ആയിട്ട് കളിക്കുന്ന അധികം ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലൊരു മനോഹരമായി ലെഫ്റ്റ് ഹാൻഡ് കളിക്കുന്ന ആളാണ്. ക്രിക്കറ്റ് ബോളിൽ ഇപ്പോൾ സ്ഥിരം കളിക്കുന്നുണ്ട് അല്ലേ? ടാൻസാനിയ ചെന്നിട്ട് അവിടുത്തെ ഒരു കൺട്രിയുടെ ഭാഗമായിട്ട് കളിക്കുക അല്ലെ, ഒരു രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഹീസ് ഡൂയിങ് വെൽ. വീഡിയോസ് കണ്ടിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുറേ പേര് ഔട്ട് ദെയർ കളിക്കുന്ന കുറേ ഷോട്ടുകളെ കുറിച്ചൊക്കെ അടിപൊളി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം വീഡിയോ കാണുക, ഫോളോ ചെയ്യുക.